Welcome to BFix classes. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആണ്. നമുക്കൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടേമുകളുണ്ട്. എന്തൊക്കെയാണ്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. ഓക്കെ, എന്താണ് വോൾട്ടേജ്, എന്താണ് കറണ്ട്, എന്താണ് റെസിസ്റ്റൻസ്? അപ്പോൾ നമ്മൾ മൊബൈൽ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പം ഒരു മൊബൈൽ റിപ്പയർ ചെയ്യുമ്പം അതിൽ ബേസിക്കായിട്ട് എന്താണത്? അതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഒരു മൊബൈൽ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്ന ഒരു കുറച്ച് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വഴി. അഥവാ ഞാനിപ്പം ഒരു സിമ്പിളായിട്ടൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഇവിടെ വരയ്ക്കാൻ പോവാണ്. അഥവാ ഒരു വോൾട്ടേജ് സോഴ്സ്. ഇതാണ് ഒരു DC വോൾട്ടേജ് സോഴ്സാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. നമ്മുടെ ബാറ്ററിയൊക്കെ DC വോൾട്ടേജ് സോഴ്സിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ബാറ്ററിയൊക്കെ. അപ്പോൾ ഒരു DC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇതൊക്കെ കാണിച്ച് ഈ വരകളൊക്കെ കാണിക്കുന്നത് എന്താണ്? വയറുകളാണ്. സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ വയറുകൾ കാണാറില്ലേ? അതേപോലത്തെ ചെറിയ ചെറിയ വയറുകളാണ് ഞാൻ ഈ വരകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നീട് ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്യണം. ലോഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ലോഡാവാം? നമ്മൾ വീടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബൾബ് ഒരു ലോഡാണ്, അതേപോലെ ഫാൻ ഒരു ലോഡാണ്, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ എല്ലാം നമ്മളുടെ ഒരു ഇലക്ട്രിക്കൽ ലോഡുകളാണ്. അപ്പം ഇവിടെ ഞാനൊരു ബൾബാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഈ വോൾട്ടേജ് സോഴ്സ് കാരണം ഇതിലൂടെ എന്തുണ്ടാവും? ഒരു കറണ്ട് ഒഴുക്കുണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാകും. ആ കറണ്ട് ഒഴുകുമ്പം ഇവിടെ ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കും. അതാണ് നമ്മൾ വീടുകളിൽ സംഭവിക്കുന്നത്. ഇതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. അതായത് ഇവിടുത്തെ റേറ്റിങ്ങുകളൊക്കെ കൂടുതലായിരിക്കും, വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ വോൾട്ടേജിനെ ഞാൻ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അതേപോലെ കറണ്ടിനെ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. നമുക്കറിയാം വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഓക്കെ, അപ്പം ഇനി കൂടുതലായിട്ട് ഇതാണ് ഒരു സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഒത്തിരി സർക്യൂട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരു നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഇതുപോലെ ഒത്തിരി സർക്യൂട്ടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് എന്താ, കറണ്ട് എന്താ, റെസിസ്റ്റൻസ് എന്താ എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വോൾട്ടേജിനെ കുറിച്ചാണ്. വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ എല്ലാ മെറ്റീരിയലുകളും എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ആറ്റം എന്ന് പറഞ്ഞാൽ കണിക. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ആറ്റത്തിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് 3 ആളുകളാണ് ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ളത്. ഒരാളെന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്, മറ്റേ ആളെന്ന് പറയുന്നത് ന്യൂട്രോൺ ആണ്, പിന്നീട് ഒരാൾ ഇലക്ട്രോൺ ആണ്. ഈ 3 ആളുകളാണ് ഒരു ആറ്റത്തിൻ്റെ അകത്ത് ഉള്ളത്. അപ്പം ഇതിൽ ഇലക്ട്രോണാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട്. നമ്മൾ ആ ഒരു ബ്രാഞ്ച് നോക്ക്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്ന് പറയുന്നിടത്തൊക്കെ ഈ ഇലക്ട്രോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് തന്നെ നമ്മൾ പഠിക്കുന്ന സംഭവത്തിനെ കുറിച്ച് തന്നെ പറയുന്നത് ഈ ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിന് നമുക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഒരു ഇലക്ട്രോണിന് ഉള്ളത്. അപ്പം ഈ ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോണ് ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ട് മാറും. ഓക്കെ, ഒരു ആറ്റത്തിനെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഇതാണ്. അതിൻ്റെ അകത്ത് എനിക്ക് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവും. അതിനെ ചുറ്റിയിട്ട് നമുക്ക് ഇലക്ട്രോൺസുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ആറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ.
അപ്പം ഈ ഇലക്ട്രോൺ ചില സമയങ്ങളിൽ ഈ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ദിശയിൽ ഒഴുക്കാണ്, ഒരു പർട്ടിക്കുലർ, അതായത് അതിനോട് പറയാണ് നീ ഇത് വഴി പോ എന്ന് പറയാണ്. അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇലക്ട്രോണിൻ്റെ ഒഴുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, അതായത് ആ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ വേർപെട്ടു, ആ വേർപെട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ എന്താണ്, വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കും. ഏത് സ്ഥലത്തേക്കാണ് സഞ്ചരിക്കുക, അതായത് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഈ നെഗറ്റീവ് ചാർജ് കളയാൻ വേണ്ടിയിട്ട് എവിടെയാണോ പോസിറ്റീവ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയയിലായിരിക്കും നമ്മളുടെ ഇലക്ട്രോൺ സഞ്ചരിക്കുക. ക്ലിയർ ആണോ? അപ്പം ഈ ഒരു ആറ്റത്തിൽ നിന്ന്, ഏത് ആറ്റമാണോ ആ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ്, കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണുള്ളത്. ആ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഓടും. ഓക്കെ, അതാണ് നമ്മളുടെ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത്. എന്ത്? ഇലക്ട്രോൺ ഫ്ലോ, ഇലക്ട്രോണിൻ്റെ ഒഴുക്ക്. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ഫ്രീ എന്ന് പറഞ്ഞാൽ ഈ ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് വന്ന, ഈ ആറ്റത്തിന് ഒരു ആകർഷണ വലയമുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മളെ ഭൂമി സൂര്യനും ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സൂര്യനാണെന്ന് വിചാരിച്ചോ, ഇത് ഭൂമിയോ മറ്റ് പ്ലാനറ്റ്സുകളോ ആണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഭൂമി ഒരു പക്ഷേ അതിൻ്റെ സഞ്ചാരപഥത്തിൽ നിന്നും മാറിയിട്ട് വേറൊരു സഞ്ചാരപഥത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയും ആ ഭൂമിയെ ആ സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് ഭേദിച്ച് പോകുന്നു എന്ന് പറയും. അതേപോലെ ഈ ആറ്റത്തിൻ്റെ പ്രോട്ടോണും ന്യൂട്രോണും നമ്മുടെ ഇലക്ട്രോണിനെ എന്താണ്, ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആകർഷണ വലയത്തിൽ നിന്നും ഇലക്ട്രോൺ ഫ്രീ ആയി പോന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഒഴുകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഫ്ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുക. ഇലക്ട്രിക് കറണ്ട്, അതാണ് ശരിക്കും നമ്മളുടെ ഒരു കറണ്ട്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുകയാണല്ലോ, അപ്പം നിങ്ങൾക്ക് അതിൽ കുറേ വോൾട്ടേജും കറണ്ടൊക്കെ ഉണ്ട്, എന്താണ് നമ്മളുടെ ആക്ച്വലി കറണ്ട് എന്ന് നിങ്ങളോട് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ പറയണം അത് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോണിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ടിനെ ഞാൻ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. കാരണം ഇൻറഷ് കറണ്ട് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് ശരിക്കും ഈ കറണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കറണ്ടിൻ്റെ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാൻ കാരണം. മാത്രമല്ല ഈ ഒരു കറണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, 2 ആംപിയർ കറണ്ട്, 3 ആംപിയർ കറണ്ട്. അഥവാ കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആംപിയർ ആണ്, ആംപിയർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ ആംപിയറിലാണ് പറയുക. കറണ്ടിനെ ഒരു സർക്യൂട്ടിൽ വരച്ചെടുക്കുമ്പോൾ അതിൽ നമ്മൾ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് നമ്മൾ കൂടുതൽ സർക്യൂട്ടുകൾ വരക്കും. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സുകളിൽ കൂടുതൽ സർക്യൂട്ടുകൾ വരക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇലക്ട്രോൺസ് വന്നു, ഒരു ആറ്റത്തിൻ്റെ അകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ചില സമയത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ആ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒഴുകും. അതായത് ഇലക്ട്രോണിൻ്റെ ഒരു ഒഴുക്ക്, ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഒഴുക്ക്. അങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് കറണ്ട്. ഓക്കെ, അങ്ങനെ ഈ കറണ്ട് ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവാൻ ആവശ്യമായിട്ട് എന്ത് വേണം, ഈ ആറ്റത്തിൽ നിന്ന് ഈ ഇലക്ട്രോൺ വേർപെട്ട് പോകേണ്ട. ആദ്യം ഈ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ വേർപെട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അഥവാ ഞാൻ ഒരു സിമ്പിളായിട്ട് വിവരിക്കാനാണെന്ന് വിചാരിക്കുക, ഇത് നമ്മളെ ഭൂമിയോ മറ്റ് പ്ലാനറ്റാണെന്ന് വിചാരിക്കുക. അതിൻ്റെ സഞ്ചാരപഥത്തിൽ നിന്ന് വ്യത്യസ്തത കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഫോഴ്സ് എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ കേസിൽ വന്നാൽ ഈ ഇലക്ട്രോണിനെ ഇവിടുന്ന് ആറ്റത്തിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോകണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോഴ്സ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. EMF അഥവാ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അതായത് നമ്മളുടെ ആറ്റത്തിൻ്റെ അകത്തിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രോണിനെ വേർപെടുത്താണ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോണിനെ മോഷൻ ചെയ്യിക്കാൻ, മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിപ്പിക്കാൻ, ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെയാണ് EMF എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഞാൻ ഇത് നമ്മുടെ ബാറ്ററി നമുക്ക് ആവശ്യം എന്താണ്, നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്താണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് ആരുണ്ട്, ഒരു ബാറ്ററി ഉണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും ഒരു ബാറ്ററി. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കാരണം നമുക്കറിയാം ബാറ്ററിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ സ്പെസിഫിക്കേഷൻ 9 വോൾട്ട് ഇത്രയും ആംബിയർ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്താണ് ആ 9 വോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഒരു ബാറ്ററി എടുക്കണം. ഞാനിപ്പം മൊബൈൽ ബാറ്ററി അല്ല, നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്കിലെ ബാറ്ററി അല്ലെങ്കിൽ ഒരു റിമോട്ടിലെ ബാറ്ററിയാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഒരു പെൻസിൽ ബാറ്ററി. ഇതാണ് എൻ്റെ ഒരു പെൻസിൽ ബാറ്ററി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവും ഇതാണ്, ഈ ഭാഗത്തിന് നമ്മൾ പോസിറ്റീവ് എന്നും ഈ ഭാഗത്തിന് നമ്മൾ നെഗറ്റീവ് എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ പൊളാരിറ്റിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ പോസിറ്റീവ് നെഗറ്റീവ്. അത് നമ്മൾ വീണ്ടും പഠിക്കും. ഓക്കെ, അപ്പം ഒരു ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാഥോഡ്, ആനോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ആ 3 സാധനങ്ങളാണ് മെയിനായിട്ടുണ്ടാവുക. എന്തൊക്കെയാണ്? ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ 3 സാധനങ്ങളും തമ്മിൽ ചെറിയ ചെറിയ റിയാക്ഷൻ ഉണ്ടായിട്ട് ഈ ഇലക്ട്രോൺസിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? മോചിപ്പിക്കും. അതായത് ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയലിൽ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ മോചിപ്പിക്കും. ആ മോചിപ്പിച്ച ഇലക്ട്രോണിനെ നമ്മളൊരു സർക്യൂട്ട് ഇവിടെ എന്തെങ്കിലും ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ മോചിപ്പിച്ച ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള പോസിറ്റീവ് ഭാഗത്തേക്ക് ഒഴുകും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങനെ ഉണ്ടാവുക? നെഗറ്റീവിൽ നിന്ന്, കാരണം നെഗറ്റീവ് ചാർജ് എപ്പോഴും പോസിറ്റീവ് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം നെഗറ്റീവിൽ നിന്നും ഒഴുകി എന്ത് ചെയ്യും? പോസിറ്റീവ് ഭാഗത്തേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് എങ്ങനെയാണ് എവിടെ നിന്ന് എവിടേക്കാണ് ഒഴുകുക? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക്. ഈ ഇലക്ട്രോൺ ഒഴുകാനുണ്ടായ കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന, ഈ ബാറ്ററിയുടെ അകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പലരും കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ട ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കറണ്ടിൻ്റെ ഫ്ലോ നമ്മൾ പറയാറ് പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ല, എന്താ സാർ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണല്ലോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിൻ്റെ ഫ്ലോ. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറയാറ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. പക്ഷേ ഈ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എന്ന് പറയാറ് എവിടെ നിന്ന് എവിടേക്കാണ്? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്ക് എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. ശ്രദ്ധിക്കുക, കറണ്ടിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. ഇലക്ട്രോണിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എടുത്തത്? അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് തന്നെ എടുക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് സയൻറ്റിസ്റ്റ് ചേർന്ന്, ഇതിപ്പം ഞാനൊരു സിമ്പിൾ സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സർക്യൂട്ടുകളുണ്ട് അല്ലേ? ഇഷ്ടം പോലെ സർക്യൂട്ടുകൾ വരുമ്പോൾ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ആ മൊബൈൽ ഫോണിൻ്റെ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ മൊബൈൽ ഫോൺ എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറേ കാൽക്കുലേഷൻസ് വരും. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പ്രോബ്ലംസ്, ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ പ്രോബ്ലംസ്, ഈ വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ്, ഫോർമുലാസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മൾ ഓംസ് ലോ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വരുമ്പോൾ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ അത് സോൾവ് ചെയ്യിക്കാൻ ഈ ഒരു രീതിയിൽ കറണ്ടിനെ കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഒഴുകുന്നു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വേഷൻസ് എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ നെഗറ്റീവും പോസിറ്റീവും എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രോണിൻ്റെ ഫ്ലോൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് എന്നുള്ള രീതിക്ക് നമ്മൾ കാൽക്കുലേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കാൽക്കുലേഷന് നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്ത് പറയുക? പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ടിൽ ഇത് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷനാണ് നെഗറ്റീവ് ടു പോസിറ്റീവ് പറഞ്ഞത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എവിടെ നിന്ന് എവിടേക്കാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മളുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാറ്. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ?
കാരണം എന്താണ്, ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാൽക്കുലേഷൻസ് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം കറണ്ട് എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതായത് ഈ ഇലക്ട്രോൺസിന് ഇവിടുന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സാണ് നമ്മുടെ EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ്, ഇലക്ട്രോണിനെ ഇവിടുന്ന് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സാണ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അപ്പം ഒരു ബാറ്ററിയുടെ അകത്ത് കുറേ റിയാക്ഷൻസ് ഉണ്ട്, നടക്കുന്നുണ്ട്. അത് കാരണം അതിൻ്റെ അകത്ത് ആരുണ്ടാവും, ഒരു EMF ഉണ്ടാവും. ക്ലിയർ ആണോ? ഒരു EMF ഉണ്ടാവും. ഇത് ഒരു തരം വോൾട്ടേജ് തന്നെയാണ്. മനസ്സിലായോ? അപ്പം ഈ ഒരു ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് EMF ആണ്. അപ്പം എല്ലാ കറണ്ടിൻ്റെ, എല്ലാ ഇലക്ട്രോൺ ഫ്ലോക്കും കാരണം EMF ആണ്. ഇലക്ട്രോണിനെ മോട്ടീവ് ചെയ്യുന്ന ഫോഴ്സാണ് എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിൻ്റെ ഫ്ലോക്കും അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോക്കും കാരണം EMF ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വോൾട്ടേജ് ആണ് നമ്മുടെ EMF എന്ന് പറഞ്ഞു. അപ്പം ഇനി വേറെ തരത്തിലുള്ള വോൾട്ടേജുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ക്ലാസ് കേൾക്കാം. ഓക്കെ, താങ്ക് യു.